ഇന്നും ദിയ ഫാത്തിമ മോളെക്കുറിച്ച് കുറച്ച് വിവരങ്ങൾ നമ്മൾക്ക് സംസാരിക്കാം. നമസ്കാരം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നിഷ്കളങ്കരായ കൊച്ചു കുഞ്ഞുങ്ങൾ കാണാതാകുന്നതുമായി ബന്ധപ്പെട്ട വീഡിയോസാണ് ഞാനിവിടെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ കുറേയേറെ കേസുകൾക്ക് നമ്മുടെ ദിയ മോളുടെ സംഭവമായി സാമ്യം തോന്നുന്ന രീതിയിൽ നടന്നിട്ടുള്ളതുമുണ്ട്. കുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ട് പോകുന്ന വാർത്തകൾ നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടേയിരിക്കുന്നു. നിമിഷാർദ്ധം കൊണ്ട് കൺമുമ്പിൽ നിന്ന് പോലും കൊച്ചു കുഞ്ഞുങ്ങൾ കാണാതാകുന്നു. നാടോടികളായ സംഘങ്ങളെ അതുകൊണ്ട് തന്നെ സംശയ ദൃഷ്ടിയോടെ മാത്രമേ നമ്മൾക്ക് എപ്പോഴും നോക്കിക്കാണാൻ സാധിക്കാറുള്ളൂ. എത്ര മുൻകരുതലുകൾ സ്വീകരിച്ചാലും പലപ്പോഴും കേൾക്കുന്നത് കുഞ്ഞുങ്ങളെ കാണാതായ വാർത്തകൾ. കുറച്ചുകാലം മുമ്പ് കോട്ടയത്ത് വീടിനുള്ളിൽ തൊട്ടിലിൽ കിടന്ന് ഉറങ്ങിയ കുഞ്ഞിനെ തട്ടിക്കൊണ്ടു പോകാനുള്ള ഒരു ശ്രമം നടന്നിരുന്നു. ഒരു നാടോടി സ്ത്രീയെ കണ്ട് അമ്മ നിലവിളിച്ചതോടെ ഇവർ ഓടി രക്ഷപ്പെടുകയായിരുന്നു. മണിക്കൂറുകൾക്കോളം ഇവർക്കായി പോലീസ് നാട്ടുകാരും തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. വീട്ടിലെ ഹാളിൽ തൊട്ടിലിൽ ഉറങ്ങുകയായിരുന്നു 2 മാസം പ്രായമുള്ള ഈ കുഞ്ഞ്. അമ്മ പുറത്ത് തുണി കഴുകുകയായിരുന്നു. വീടിൻ്റെ തുറന്നു കിടന്ന മുൻഭാഗത്തെ വാതിലിലൂടെ അകത്ത് കയറിയ നാടോടി സ്ത്രീ തൊട്ടിലിനരികെ എത്തി. ജനലിലൂടെ ഇത് കണ്ട അമ്മ നിലവിളിച്ചു. അതോടെയാണ് ആ സ്ത്രീ ഓടിപ്പോയത്. കാണാതെ പോയിരുന്നു. ഈ വീട്ടുകാരും നാട്ടുകാരുമെല്ലാം ഈ കുഞ്ഞിന് വേണ്ടി പരക്കം പാച്ചിലായിരുന്നു. അവസാനം 1.5 മണിക്കൂറിന് ശേഷം 2.5 കിലോമീറ്റർ അപ്പുറമുള്ള ഒരു വയലിൽ നിന്നാണ് കുഞ്ഞിനെ കണ്ടെത്തിയത്. അതായത് അറക്കൽ ദേവീക്ഷേത്രം എന്ന് പറയുന്ന ഈ ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുകയാണ്. ഒരു 6 കിലോമീറ്റർ ചുറ്റളവിൽ മൈക്ക് സെറ്റ് പ്രവർത്തിപ്പിച്ചിരുന്നത് കൊണ്ട് ആ ഉച്ചഭാഷണിയിലൂടെയുള്ള അനൗൺസ്മെന്റ് കേട്ടിട്ട് ആരോ തട്ടിക്കൊണ്ടുപോയ കുഞ്ഞിനെ ഉപേക്ഷിച്ചു പോയി എന്നാണ് മനസ്സിലാക്കുന്നത്. നമുക്ക് ആ സംഭവങ്ങൾ ഇവരോട് ചോദിച്ച് മനസ്സിലാക്കാം. സംഭവിച്ച 3 പിള്ളേരും കൂടെ ഇവിടെ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോഴേ എൻ്റെ മോളടുത്തുണ്ടായിരുന്നു. പിള്ളേരെ ഇങ്ങോട്ട് ഓടിച്ച് വിട്ടിട്ട് എന്നിട്ട് ചേട്ടൻ്റെ മോളൊന്ന് വിളിച്ച് അങ്ങനെ ഇവർ ഈ റോഡിൽ നിന്ന് സംസാരിച്ചുകൊണ്ടിരുന്നു. കുഞ്ഞുങ്ങൾ ഇങ്ങോട്ടൊന്ന് കയറുന്നതായിട്ട് കണ്ട് കയറി കഴിഞ്ഞൊരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഈ കുഞ്ഞിനെ കാണുന്നില്ല. എന്നിട്ട് തള്ള വെച്ച് ചേച്ചി കൊച്ചെന്ത് ചെയ്യുന്ന വെച്ചാൽ കുഞ്ഞും അങ്ങോട്ട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. നോക്കിയപ്പോൾ മറ്റേ പിള്ളേരെ ഉള്ളൂ, ഇതിനെ കാണുന്നില്ല. പിന്നെ നടന്നതൊന്നും പറയാൻ പറ്റത്തില്ല. അന്നേരം തൊട്ട് കുഞ്ഞിനെ തിരയുക. കുഞ്ഞ് ഏറിയലും ഇല്ല. ഈ ദേശത്തുള്ള ജനങ്ങൾ മൊത്തം ഇവിടെ എല്ലാം തിരഞ്ഞിട്ടും കുഞ്ഞിനെ കിട്ടിയില്ല. പിന്നെ അവസാനം അലൗൺസ് ചെയ്തു. ഇവിടെ അമ്പലത്തിൽ ഉത്സവമായിരുന്നു. അങ്ങനെ അലൗൺസ് ചെയ്തു. പിന്നെ പോലീസ് വന്നു. 2 വണ്ടിയിൽ പോലീസ് വന്ന് അലൗൺസ് ചെയ്ത് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കുഞ്ഞിനെ കൈ കിട്ടി. ഇവിടുന്ന് ഇപ്പോൾ അങ്ങനെ കറങ്ങി പോകാമെങ്കിൽ ഒരു 3-4 കിലോമീറ്റർ ദൂരം ഉണ്ട്. ആ റോഡ് സൈഡ് മെയിൻ റോഡ് നമ്മുടെ പുലിക്കോട്ടിന്ന് എൻസലേക്ക് വന്ന റോഡുണ്ടല്ലോ, ആ റോഡിന്റെ ഈ ഭാഗത്തുനിന്നാണ് കിട്ടിയത്. ഇടയ ഭാഗത്തുനിന്ന് കിട്ടുമ്പം കുഞ്ഞിന് ദേഹമൊക്കെ ചെളിയൊക്കെ ഉണ്ടായിരുന്നു പറഞ്ഞു. ആ ഡ്രസ്സൊക്കെ അവിടെ വെച്ച് അവർ മാറി ഒരു തോർത്തിനകത്ത് പൊതിഞ്ഞാ ഇവിടെ കൊണ്ടുവന്നത്. പിന്നെ ഇടയത്തോട്ട് ചെല്ലാൻ പറഞ്ഞു. പിള്ളേർ എന്നപ്പം പറഞ്ഞ് വീട്ടിൽ കൊണ്ടുവന്നു. ഇവിടെ കൊണ്ടുവന്നിട്ട് ആ പോലീസ് വണ്ടിക്കകത്ത് തന്നെ കുഞ്ഞിനെ 5 ഗവൺമെന്റ് ആശുപത്രി എത്തിച്ച്. കുഞ്ഞൊറ്റയ്ക്ക് പോകത്തില്ല. ഒറ്റയ്ക്ക് അത്രയും സമയത്തിന് കുഞ്ഞു അങ്ങോട്ട് പോകത്തില്ല. കാര്യം ഞങ്ങളാരും കുഞ്ഞുങ്ങളെ അങ്ങനെ കൊണ്ടുപോയിട്ടില്ല. പിന്നെയെന്ന് പറയാൻ എവിടെയെങ്കിലും പോകണമെങ്കിൽ അവൻ വണ്ടിയിലേ കൊണ്ടുപോയിട്ടുള്ളൂ. അല്ലാതെ നടന്ന് പിള്ളേരെയും കൊണ്ട് ഇങ്ങനെ പോയിട്ടില്ല. പോകാൻ സാധ്യതയില്ല. അഥവാ പോയാൽ ഈ അപ്പുറം നിൽക്കത്തേ ഉള്ളൂ. അതുകൊണ്ട് അന്നേരം അപ്പുറം വീട്ടിലുള്ളവർ ശ്രദ്ധിക്കും. അങ്ങനെയുള്ളൂ. തോന്നുന്നു പറഞ്ഞാൽ ഞങ്ങളുടെ കുഞ്ഞിനെ ആരോ എടുത്തോണ്ട് പോയതാ. അതിൽ കുഞ്ഞിന്റെ ദേഹം മൊത്തം ചെളിയായിരുന്നു. ഈ അലൗൺസ് കേട്ടപ്പോൾ കുഞ്ഞിനെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോയതാ. കേട്ടപ്പോൾ ഇവിടെ സംശയമായിട്ട് കണ്ടെന്ന് പറഞ്ഞാൽ ഇവിടെ ആശാവർക്കർ എന്നെ വിളിച്ച് പറഞ്ഞു, അല്ല അപ്പുറത്തൊരു കടയുണ്ട് അടച്ചിട്ടേക്കും. ആ കടയുടെ അവിടെ വെച്ച് ഒരാൾ ഒരു സഞ്ചി തൂക്കിയിട്ടുകൊണ്ട് പോകുന്നുണ്ട്. ചാക്ക് തൂക്കിയിട്ടേക്കുന്നു. പക്ഷേ അയാളെ കണ്ടുകൊണ്ട് ഒരു സംശയം പോലെ ആശാവർക്കർ ഫോൺ എടുത്തപ്പോഴത്തേന് ഇയാൾ അവിടെ നിന്ന് പമ്മി പെട്ടെന്ന് ഒരു പോക്ക് അങ്ങ് പോയെന്ന് പറഞ്ഞ് ഇന്നലെ രാത്രി എന്നെ വിളിച്ച് പറഞ്ഞ്. അയാളെ ഒരുപാട് പേര് ശ്രദ്ധിച്ചിട്ടുണ്ട് ഇവിടെ. പക്ഷെ ആക്രിക്കാരാണെങ്കിൽ ആക്രിന്നെങ്കിലും വിളിച്ച് പറയത്തില്ലേ. ഇതൊന്നും ഇല്ലായിരുന്നു. ഭാഗ്യമുണ്ട്, നല്ല ഭാഗ്യമുണ്ട്. ആ സമയത്തോ ഒരു മരണവീടിന് തുല്യമായി മാറി ഞങ്ങളുടെ വീട്. കൊല്ലത്ത് 2.5 വയസ്സ് മാത്രം പ്രായമുള്ള ഫർഹാൻ എന്ന കുഞ്ഞിനെ കാണാതായതിനെ തുടർന്ന് അതിൻ്റെ മാതാപിതാക്കളായ അൻസാരി, ഫാത്തിമ എന്നിവർ പോലീസിൽ പരാതി നൽകിയിരുന്നു. 12 മണിക്കൂറുകൾക്ക് ശേഷം വീടിൻ്റെ അടുത്തുള്ള റബ്ബർ തോട്ടത്തിൽ നിന്നും കുഞ്ഞിനെ തിരിച്ചെടുക്കുകയായിരുന്നു. ഇവിടെ നമ്മുടെ പ്രിയപ്പെട്ട ദിയ ഫാത്തിമ മോൾ എവിടെയാണെന്നറിയാതെ കഴിഞ്ഞ 9 വർഷങ്ങളോളമായി കണ്ണീർ കടലിലാണ് മാതാപിതാക്കൾ. അന്വേഷണത്തിൽ ഇതുവരെയും കുഞ്ഞിനെ കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. അത് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഒരു വഴിയിൽ കൂടെ. ഇവിടെ നമ്മുടെ പ്രിയപ്പെട്ട ദിയ ഫാത്തിമ മോൾ എവിടെയാണെന്നറിയാതെ കഴിഞ്ഞ 9 വർഷങ്ങളായി കണ്ണീർ കടലിലാണ് മാതാപിതാക്കൾ. നാടൊന്നാകെ ദിയ മോളെ കണ്ടെത്താനുള്ള പ്രയത്നത്തിൽ അണിചേരുകയാണ്. ആര് കൊണ്ടുപോയെന്നോ എവിടെയാണെന്നോ ഇത്രയും വർഷങ്ങളായി ഒരു തുമ്പും കിട്ടിയിട്ടില്ല.
അതുപോലെ തന്നെ ധാരാളം സംശയങ്ങൾ ഈ കേസിനെ കുറിച്ചിട്ട് തെളിവുകളായിട്ടും കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ആരംഭത്തിൽ ദിയ ഫാത്തിമ മോളുടെ കേസിൽ അന്വേഷണങ്ങൾ നടന്നപ്പോൾ നമ്മൾക്ക് സംശയം തോന്നിപ്പിക്കുന്ന ഒരുപാട് സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിൽ പ്രധാനമായും ആദ്യമായിട്ട് തന്നെ ഡോഗ് സ്ക്വാഡ് ദിയ ഫാത്തിമയുടെ വീട്ടിൽ വന്ന് അന്വേഷണം നടത്തിയപ്പോൾ മുമ്പ് പറഞ്ഞിരുന്ന പോലെ വീടിൻ്റെ പിറകിൽ ഏതാണ്ട് ഒരു 500 മീറ്റർ ദൂരം വരെ പോയതായിട്ടാണ് പറയുന്നത്. ഇവിടെ ഡോഗ് സ്ക്വാഡിലെ ഒരു ഡോഗ് എത്ര മിടുക്കനായിട്ടാണ് ഒരു കേസ് അന്വേഷണത്തിന് തുമ്പുണ്ടാക്കിയത് എന്നുള്ളതിൻ്റെ വീഡിയോ ഞാൻ ഷെയർ ചെയ്യാം. അതായത് മിടുക്കന്മാരായിട്ടുള്ള ഡോഗ് സ്ക്വാഡിലെ ഡോഗുകൾ നിഷ്പ്രയാസമാണ് സ്മെല്ല് വെച്ചിട്ട് ആളുകളെ പെട്ടെന്ന് തന്നെ കാണാതായ മിസ്സിംഗ് കേസസിന് ഒരു തുമ്പുണ്ടാക്കുന്നത്. അതിൽ വന്നിട്ട് K9 യൂണിറ്റുകൾ എന്ന് അറിയപ്പെടുന്ന പോലീസ് നായ്ക്കൾ വ്യക്തികളുടെ ഗന്ധം പിന്തുടർന്ന് അവരെ ട്രാക്ക് ചെയ്യാനും കണ്ടെത്താനും പരിശീലിപ്പിക്കപ്പെടുന്ന നായ്ക്കളാണ്. നായ്ക്കൾക്ക് അവിശ്വസനീയമാം വിധം തീക്ഷണമായ ഗന്ധമുണ്ട്. അത് മനുഷ്യനേക്കാൾ വളരെ സെൻസിറ്റീവുമാണ്. അതായത് ദിയ ഫാത്തിമ മോളുടെ കാര്യത്തിൽ തന്നെ നായ ഒരു 500 മീറ്റർ വരെ വീടിൻ്റെ പിറകിലോട്ട് ഓടിയതിൻ്റെ പ്രസക്തിയെക്കുറിച്ചിട്ടും മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഈ ഡോഗ് സ്ക്വാഡിലെ നായയെക്കുറിച്ചിട്ടും ഒരു ചെറിയ വിശദീകരണം ഇവിടെ നൽകുന്നത്. നായ്ക്കൾക്ക് അവരുടെ മൂക്കിൽ 300 ദശലക്ഷം വരെ ഘ്രാണ റിസപ്റ്ററുകൾ ഉണ്ട്. ഇത് മനുഷ്യരിൽ 6 മില്യൺ. ഈ വലിയ അളവിലുള്ള റിസപ്റ്ററുകൾ വളരെ കൃത്യതയോടെ തന്നെ വൈവിധ്യമാർന്ന സുഗന്ധങ്ങൾ കണ്ടെത്താനും വേർതിരിച്ചറിയാനും അവരെ അനുവദിക്കുന്നു. ഓരോ വ്യക്തിക്കും ഒരു വിരലടയാളം ഉള്ളതുപോലെ തന്നെ ഒരു പ്രത്യേക സുഗന്ധവുമുണ്ട്. അവർ ട്രാക്ക് ചെയ്യുന്ന വ്യക്തിയുടെ പ്രത്യേക മണം തിരിച്ചറിയാനും പിന്തുടരാനും നായ്ക്കളെ പരിശീലിപ്പിക്കുന്നു. നായയെ ടാർഗറ്റ് ഗന്ധത്തിലേക്ക് തുറന്നു കാട്ടുകയും അത് വിജയകരമായി തിരിച്ചറിയുമ്പോൾ അവർക്ക് പ്രതിഫലം നൽകുകയും ചെയ്യുന്ന പരിശീലനത്തിലൂടെയാണ് ഇത് കൈവരിക്കുന്നത്. ഒരു വ്യക്തിയെ ട്രാക്ക് ചെയ്യുമ്പോൾ ഒരു പോലീസ് നായയ്ക്ക് മണം പിടിക്കാൻ പലപ്പോഴും സുഗന്ധ ലേഖനം നൽകാറുണ്ട്. ഉദാഹരണത്തിന് ഒരു കഷ്ണം വസ്ത്രമോ വ്യക്തി സ്പർശിച്ച വസ്തുക്കളോ നായ പിന്നീട് ഈ സുഗന്ധം ഉപയോഗിച്ച് വ്യക്തിയെ ഒരു പാതയിലൂടെ പിന്തുടരുന്നു. മൊത്തത്തിൽ നായയുടെ ശക്തമായ ഗന്ധം, പ്രത്യേക പരിശീലനം, ഹാൻഡ്ലറുമായിട്ടുള്ള അടുത്ത പങ്കാളിത്തം എന്നിവയുടെ സംയോജനം അവരുടെ ഗന്ധത്തെ അടിസ്ഥാനമാക്കി വ്യക്തികളെ ഫലപ്രദമായി ട്രാക്ക് ചെയ്യാനും കണ്ടെത്താനും പോലീസ് നായ്ക്കളെ പ്രാപ്തമാക്കുന്നു. ഇന്നലെ തന്നെ നിങ്ങളെല്ലാവരും കണ്ടിരിക്കും, മുംബൈയിൽ തന്നെ ഒരുപാട് കേസുകളാണ് ഈ പോലീസ് ഡോഗ് സ്ക്വാഡിലെ നായ്ക്കളെ ഉപയോഗിച്ചിട്ട്. നമ്മുടെ കേരളത്തിൽ തന്നെ ഒരുപാട് കേസുകൾ ഈ നായ്ക്കളുടെ സഹായത്തോടെ വളരെ പെട്ടെന്ന് തന്നെ കുഞ്ഞിനെ കാണാതായിട്ട് മണിക്കൂറുകൾക്കകം തന്നെ തുമ്പ് കണ്ടുപിടിച്ചിട്ട് അതിനൊരു വിജയകരമായിട്ടുള്ള രീതിയിൽ കണ്ടുപിടിക്കാനായിട്ട് ഈ നായ്ക്കൾക്ക് സാധിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ട് ഒന്ന് പറയാനായിട്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ ഇവിടെ വിശദമാക്കുന്നത്. ഇതുപോലെ ദിയ ഫാത്തിമ മോളുടെ കേസിൽ തന്നെ ഒരുപാട് സംശയത്തിന് അടിസ്ഥാനമായിട്ടുള്ള ധാരാളം കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ നിരന്തരം വാർത്തയായിക്കൊണ്ടിരിക്കുകയാണ്. കുഞ്ഞുങ്ങൾ വീടുകളിൽ പോലും സുരക്ഷിതരല്ലെന്ന് പല സംഭവങ്ങളും കാണിക്കുന്നു. സ്കൂളിലേക്ക് പോലും കുട്ടികളെ വിടുമ്പോൾ പേടിയോടെയാണ് രക്ഷിതാക്കൾ കാത്തിരിക്കുന്നത്. നമ്മൾ ഈ കുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ട് പോകുന്നത് തടയാനായിട്ട് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കുഞ്ഞുങ്ങളെ ബോധവൽക്കരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ചെറിയ വയസ്സിൽ തന്നെ കുട്ടികളോട് ഇത്തരം കാര്യങ്ങൾ പങ്കുവയ്ക്കുക. എന്തൊക്കെ പറഞ്ഞാലും ഭൂരിപക്ഷം കാണാതാകുന്ന കുഞ്ഞുങ്ങളെയും അന്വേഷിച്ച് കണ്ടുപിടിക്കാനുള്ള മിടുക്ക് നമ്മളുടെ പോലീസ് അന്വേഷണ സംഘത്തിനുണ്ട്. അതുപോലെ ഇപ്പോൾ ഈ കാണിച്ച കേസുകളിലൊക്കെ തന്നെയും കുഞ്ഞുങ്ങളെ വിജയകരമായിട്ട് ഡോഗ് സ്ക്വാഡ് വെച്ചിട്ടാണെങ്കിലും CCTV ക്യാമറ വെച്ചിട്ടാണെങ്കിലും വിജയകരമായിട്ടുള്ള കണ്ടുപിടിച്ചിട്ടുള്ള കേസുകൾ തന്നെ. അതുപോലെ ഇന്നത്തെ കാലത്ത് തന്നെ ഈ AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വെച്ചിട്ട് പല രീതികളിലും പെട്ടെന്ന് തന്നെ ഈ കാണാതായ കുഞ്ഞുങ്ങളെ അവരെന്താണ് ഏതാണ് എവിടെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ തിരക്കി അറിയാനായിട്ട് വളരെയധികം സംവിധാനങ്ങളൊക്കെ പുരോഗമിച്ചു കഴിഞ്ഞു. ഇതുപോലെയുള്ള സന്തോഷകരമായ വാർത്തകൾ നമ്മൾ കാണുമ്പോഴേക്കും ഈ കുഞ്ഞുങ്ങളെയൊക്കെ തിരിച്ച് കിട്ടുന്ന വാർത്തകളൊക്കെ കാണുമ്പോൾ നമ്മുടെ ദിയമോളും ഒരു ദിവസം ഇതുപോലെ അവളുടെ ഉമ്മയുടെ അടുത്ത് തിരിച്ചു വരുന്നതായിട്ടുള്ള ആ നല്ല മുഹൂർത്തങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനയോടെ നമ്മൾ എല്ലാവരും കാത്തിരിക്കാം. ഇതിനെപ്പറ്റി ധാരാളം പേര് വിദേശത്ത് നിന്നും നമ്മുടെ നാട്ടിൽ നിന്നും തന്നെ എന്തായി മോളുടെ കാര്യമെന്ന് ചോദിച്ചുകൊണ്ട് ധാരാളം മെസ്സേജസ് എനിക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അവർക്ക് കൂടെ വേണ്ടിയിട്ടാണ് ഈ വീഡിയോസ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഒരു പക്ഷേ ഞാൻ ചിന്തിച്ചു പോകാറുണ്ട്, ദിയ മോൾ തന്നെ കാര്യം അറിയാതെയോ അവൾക്ക് പഴയ ഓർമ്മകൾ വളർന്നപ്പോഴേക്കും ഉണ്ടാകാതെയോ ഈ വീഡിയോ ഒക്കെ എല്ലാവരും സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുന്ന വീഡിയോസൊക്കെ അവൾ കാണാറുണ്ടോ? അതായത് പഴയ സംഭവങ്ങളൊക്കെ അതിൻ്റെ ഒരു ചെറിയ ഓർമ്മയെങ്കിലും അവൾക്ക് വന്നാലോ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്നും ചിലപ്പോഴൊക്കെ
ചിന്തിച്ചു പോകുന്നു. എന്തൊക്കെ തന്നെയായാലും കാര്യമായിട്ടുള്ള അന്വേഷണവുമായിട്ട് ജുനൈദ് ഇതിൻ്റെ കൂടെ തന്നെ അഹോരാത്രം പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് എടുത്തു പറയേണ്ട ഓരോ വീഡിയോയിലും ഞാനത് അനുസ്മരിക്കാറുണ്ട്. അപ്പോൾ ജുനൈദിൻ്റെ ഒറ്റൊരാളുടെ പ്രയത്നം കാരണമാണ് ഈ കേസ് ഇത്രത്തോളം പുരോഗമിച്ച് ഏത് നിമിഷവും അതിനെക്കുറിച്ചിട്ടുള്ള നല്ലൊരു അപ്ഡേറ്റ് തന്നെ ജുനൈദിൻ്റെ അടുക്കൽ നിന്ന് നമ്മൾക്ക് എത്തിച്ചേരുമെന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു.